ഇവിടെ നല്ല ചൂടാട്ടോ, ഭയങ്കര ചൂടാണ്, നല്ല ചൂടുണ്ട്. ഇനി കുറച്ച് മടക്കി മൊത്തം ഒരു 10-18 മുണ്ടുണ്ടായിരുന്നു കേട്ടോ, അത് മുഴുവനും പശ മുക്കിയതാണ്. ഇനി ഇതെല്ലാം മടക്കി എടുത്ത് ഇനി ഇതെല്ലാം തേക്കാൻ കൊടുക്കണം. കണ്ണന് കഴിക്കാനുള്ളതും കൂടി എടുത്ത് വെച്ച് ഞാൻ അടുക്കളയിൽ വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, അതാണ് ഇത്ര ഇരുട്ട്. എൻ്റെ പരിപാടി നമ്മൾ പറഞ്ഞത് കൊണ്ടാട്ടം എന്ന് പറയത്തില്ല, കൊണ്ടാട്ടം. ഈ മുളക് കൊണ്ടാട്ടം, ഈ ഉപ്പൊക്കെ ഇട്ട് തൈരൊക്കെ ഇട്ട് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ, അല്ലാതെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത് വന്നിട്ട് കുഞ്ഞൊരു പാത്രം എടുക്കും, പപ്പടം എടുക്കാനായിട്ട്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും വീട്ടാ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിയൊക്കെ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലെ ഇന്ന് വെച്ചിട്ട് നല്ല തിരക്കാണ്. അപ്പം 4 മണിക്കത്തേക്കുള്ള ഒരു ചെറിയ 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവൊക്കെ ഒന്നെടുത്ത് കുഴച്ചേക്കുക. അപ്പോൾ വൈകിട്ട് എന്നാ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പഴം പഴുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഓർത്തന്നെ ചെറിയൊരു ഇതായിട്ട് ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 2-4 പഴവും ഗോതമ്പൊടിയും ശർക്കരയും പിന്നെ 2 ഏലക്കായും ജീരകമൊക്കെ ഇട്ട് അങ്ങനെ എല്ലാം അരച്ച് പിന്നെ സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ശർക്കരയും പാനിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ അതെല്ലാം ചെയ്തെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ട് തുടങ്ങുവാണ്. അത് കഴിഞ്ഞേച്ച് എനിക്കിനി ഒരുപാട് ജോലിയുണ്ട്. ഇന്ന് പേരൻറ്റ്സ് മീറ്റിംഗ് ആണ് പിള്ളേരെ തന്നെ അച്ഛൻ്റെ അതിന് പോകണം. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മുണ്ടെല്ലാം കഴുകി പശ മുക്കിയിട്ട് ഇന്നാട്ടോ ശരിക്കും ഒന്ന് ഉണങ്ങിയത്. 2 ദിവസം വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നല്ലപോലെ ഉണങ്ങി കേട്ടോ, നല്ല ഇതായിട്ടുണങ്ങി. ഇനി ഇതെല്ലാം ഒന്ന് മടക്കി എടുക്കണം. ഞാൻ ഈ ഷർട്ടൊക്കെ കുറേ കൂടെ ഉണങ്ങുണ്ടായിരുന്നു. ഞാൻ വെയിലത്തോട്ടെടുത്ത് ഇങ്ങോട്ടിട്ടതാണ്. ഇവിടെ രാവിലെ നല്ല വെയിലാണ്, രാവിലെ നല്ല വെയിലുണ്ട് ഇവിടെ. ഇതെല്ലാം ഉണങ്ങി, ഇവിടെ കിടന്ന് മുണ്ടും എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എടുക്കുന്നതാണ് പാട്. അത് വേണ്ട താഴെ വേണം. ഇതുകൊണ്ടോ ഭയങ്കര കട്ടിയിലാണ് പശ മുക്കിയേക്കുന്നത്. ഇത് 2 കൈ കൊണ്ടും വലിച്ച് എടുത്താലേ ഈ അയ്യെന്ന് എടുക്കൽ നടക്കത്തുള്ളൂ. ഒരു മുണ്ട് താഴെ വേണം. അതിനിപ്പോൾ എടുത്ത് മടക്കിയെടുക്കട്ടെ. കുറേശ്ശെ എല്ലാം എടുത്ത് മടക്കിയെടുക്കണം. ഇവിടെ നല്ല ചൂടാട്ടോ, ഭയങ്കര ചൂടാണ്, നല്ല ചൂടുണ്ട്. ഇനി കുറച്ച് മടക്കി മൊത്തം ഒരു 10-18 മുണ്ടുണ്ടായിരുന്നു കേട്ടോ, അത് മുഴുവനും പശ മുക്കിയതാണ്. ഇനി ഇതെല്ലാം മടക്കി എടുത്ത് ഇനി ഇതെല്ലാം തേക്കാൻ കൊടുക്കണം. പിന്നെ ഷർട്ടുണ്ട് കുറേ, അതെല്ലാം കൂടി എടുക്കണം. അയ്യോ, ഷീറ്റ് അതിൻ്റെ മണ്ടയ്ക്ക് ഭയങ്കര ചൂട്, തീക്കകത്തിരിക്കുന്നപോലത്തെ ചൂടാണ് ഇതിനകത്ത് നിന്നിട്ട്, ഭയങ്കര ചൂട്. ഇനി ഇതെല്ലാം ഒന്ന് മടക്കി എടുത്തേച്ച് വേണം. എനിക്ക് പേരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പണിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. തുണി മുഴുവനും മടക്കി കഴിഞ്ഞു. കുറേ മുണ്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ഷർട്ടും ഉണ്ടായിരുന്നു. അതെല്ലാം മടക്കി ഇനി അച്ഛൻ്റെയും കണ്ണൻ്റെയൊക്കെ വീട്ടിൽ ഇടുന്ന തുണി കഴുകിയത് വിരിക്കാനുണ്ട്, അതും കൂടെ വിരിച്ചിട്ടേച്ച് വേണം. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് കേട്ടോ. ഞാനിപ്പോൾ കുളിച്ചതേ ഉള്ളൂ, എന്നെ വേർത്തൊഴുകു വന്നിട്ടങ്ങ്. ഈ 2 ബക്കറ്റിലും ഒരു ബക്കറ്റ് മുഴുവൻ മുണ്ടാണ്, ഇതിനകത്ത് മുണ്ടും ഷർട്ടും ഉണ്ട്. ഇനി ഇങ്ങോട്ട് അച്ഛൻ്റെയും കണ്ണൻ്റെയും തുണിയെല്ലാം വിരിച്ചിട്ടേച്ച് വേണം. എനിക്ക് സമയം എന്നായോ 2 മണിയാകുന്നു, 2:45 ഇനി സ്കൂളിൽ പോയിട്ടുള്ളതാണ്. ഞാൻ പേരൻറ്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒത്തിരി താമസിക്കും. അന്നേരം കണ്ണന് ട്യൂഷനൊക്കെ ഉണ്ട്. അവൻ അന്നേരം വരുമ്പോഴത്തേക്ക് അവന് 4 മണിക്കത്തേക്ക് പുള്ളിക്ക് എന്നേലും ഒന്ന് കഴിക്കാനൊക്കെ വേണം കേട്ടോ. അവന് എന്നേലും ഒന്ന് 4 മണിക്ക് കഴിക്കാൻ, അല്ലെങ്കിൽ അവന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ അവനുള്ളത് ഉണ്ടാക്കി വെച്ചേച്ച് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ണനുള്ള
ചുമ്മാ ഒരു ബോണ്ട മാതിരി. അങ്ങനെ ബോണ്ടാന്ന് പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരു സംഭവം ശരിയായിട്ടില്ല. ഇപ്രാവശ്യം മാവ് കുഴച്ച് വെച്ച് ഇച്ചിരി ലൂസായിട്ട് കുഴക്കണമായിരുന്നു. പക്ഷേ ഇച്ചിരി ഇതായിപ്പോയി. എന്നാലും ചെറിയ ഉരുളകളാക്കി ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെക്കാം. അവന് വേണ്ടി മാത്രം കഴിക്കാൻ ഉണ്ടാക്കി വെക്കാൻ ഓർത്തു. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് അച്ചു വരത്തുള്ളൂ. അപ്പോൾ അന്നത്തേക്ക് ഉണ്ടാക്കാൻ ഓർത്തു. ഇപ്പോൾ 2-3 ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കട്ടെ. 2:30 ഇനി സമയമില്ല. 3 മണിക്കാണ് മീറ്റിംഗ് വെച്ചേക്കുന്നത്. ഇത് വെന്ത് ഇനി ഇത് എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് റെഡിയാകാനായിട്ട്. ഇതിലോട്ടിരുന്ന് എണ്ണ പോയിട്ടെ. ഇത്രയൊന്നും കഴിക്കത്തില്ല. 3 അല്ലെങ്കിൽ ഇനി ഏറ്റവും പോയൊരു 4 ചെറുതാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് ട്യൂഷന് പൊക്കുള്ളൂ. ഇവിടെ അടുത്ത് അടച്ചു വെച്ചിട്ട് പോകാമെന്ന് ഓർത്ത് ഡൈനിങ് ടേബിളിൽ. ഞാൻ ഒരു സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അച്ചുമിക്കാറും കാണും മീറ്റിംഗ് നടക്കുന്നിടത്ത്. കണ്ണൻ പോരുമായിരിക്കും. അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം. ഞാൻ പോയിട്ട് വരട്ടെ. കണ്ണന് കഴിക്കാനുള്ളതും കൂടി എടുത്ത് വെച്ച് ഞാൻ അടുക്കളയിൽ വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, അതാണ് ഇത്ര ഇരുട്ട്. കണ്ണനുള്ള കഴിക്കാൻ എടുത്ത് വെക്കുകയും കൂടെ ചെയ്തിട്ട് പോകാം. ഇല്ല, ആ ചെറുക്കം വരുമ്പോൾ എന്നെ ശരിയാക്കും. ഇവിടെ മൂടി വെച്ചാൽ നമ്മൾ കഴിച്ചോളൂ. ഞാൻ സ്കൂളിൽ ചെന്നപ്പം കറക്റ്റ് 3 മണിയായിരുന്നു. അപ്പോഴത്തേക്കും മീറ്റിങ്ങൊക്കെ തുടങ്ങാറായിരുന്നു. പക്ഷേങ്കിൽ അവിടെ ഇത് എക്കോ ഉള്ളതുകൊണ്ട് നമുക്കങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല സംസാരിക്കുന്നത്. പക്ഷേ സ്കൂളിൽ കൂടുതലും സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിതിലൂടെ പറയാം. സാധാരണ സ്കൂളിലോട്ട് നമ്മൾ ചെല്ലുമ്പോഴേ കുട്ടികളുടെ പരാതികളാണ് കൂടുതലും കേൾക്കാറുള്ളത് കേട്ടോ. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം അവരുടെ ഒരു നല്ല കാര്യവും ടീച്ചർമാർ ചിലപ്പോൾ പറയല, മൊത്തം ഇതായിട്ടേ പറയത്തുള്ളൂ. പക്ഷേങ്കിൽ
സാർ ഇപ്രാവശ്യം പറഞ്ഞത് പിള്ളേരുടെ കാര്യത്തെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, മാർക്ക് ഇച്ചിരി കുറഞ്ഞെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാര്യം ഇത്രയും നാൾ അവർ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നേച്ച് അവരിപ്പോൾ വീണ്ടും ക്ലാസ് തുടങ്ങി. അങ്ങനെ ആ ഒരു പരീക്ഷയുടെ ടച്ചും ഒക്കെ വിട്ട് നിന്നേച്ചാണ് അവർ വീണ്ടും ഇപ്പോൾ എക്സാമൊക്കെ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പരീക്ഷയും നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട. കുഞ്ഞുങ്ങളുടെ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞവരെ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നും നിൽക്കേണ്ട എന്നൊക്കെയാണ് സാർ ആദ്യമേ പറഞ്ഞത്. അത് കേട്ടപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഇതിനൊരു ആശ്വാസമുണ്ട്. നമ്മൾ കാര്യം വെച്ചാൽ ചെല്ലുമ്പോഴേ നമ്മളോട് ഇങ്ങനെ ഇതായിട്ട് അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചെന്ന് പറയുമ്പം ഏതൊരു രക്ഷകർത്താവിനും പെട്ടെന്നൊരു വിഷമവും നമ്മൾ തന്നെ അങ്ങ് മൂഡ് ഓഫായി പോകും. പക്ഷേ ഇന്ന് സാറ് പറഞ്ഞു തുടങ്ങിയത് അതിലായിരുന്നു. അതുപോലെ എച്ച് എം ആണേലും അത് തന്നെയാണ് പറഞ്ഞത്. കാര്യം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിത്തത്തിൽ A+ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ജീവിതത്തിൽ അവർ A+ എടുക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം മിക്ക കുഞ്ഞുങ്ങളും മയക്കുമരുന്നിനും അങ്ങനെയുള്ള ലഹരികൾക്ക് അടിമകളാണ്. കാര്യം നമ്മൾ വീട്ടിൽ പോലും അറിയുന്നില്ല പല രക്ഷകർത്താക്കളും. ഇപ്പം എനിക്ക് എൻ്റെ മോന് നല്ലൊരു വിശ്വാസമുണ്ട്, അവൻ തെറ്റ് ചെയ്യരുതെന്ന്. അത് എൻ്റെ വിശ്വാസമാണ്. പക്ഷേ അവൻ തെറ്റ് ചെയ്യലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ലതായിട്ട് ജീവിക്കും, നമ്മുടെ കുടുംബ പശ്ചാത്തലം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും തെറ്റിലേക്ക് പിള്ളേർ പോകാനായിട്ട് ഒരു നിമിഷം മതി. അത് സാർ അതൊക്കെയാണ് കൂടുതലും അവിടെ ചർച്ച ചെയ്തത്. അത് കേൾക്കട്ടപ്പം തന്നെ നമുക്ക് തന്നെ മനസ്സിലായി നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ എത്രമാത്രം. ഞാനിവിടെ ഇവരുടെ ഭാഗ്യം കാര്യങ്ങളും എല്ലാം നോക്കാറുണ്ട്. കാര്യം ആവശ്യമില്ലാതെ പൈസയും നേരത്തെയൊക്കെ കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. നേരത്തെ കൊടുത്തു വിടുമായിരുന്നു പറഞ്ഞാൽ ഇവർ പറയും അമ്മയെ മുട്ടായി മേടിക്കാനായിട്ട് കൂട്ടുകാരെല്ലാം കയറുമ്പം ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പൈസയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിക്കൊണ്ട് ഈ പ്രാവശ്യം സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്കാണ് കൂടുതലും ഈ മയക്കുമരുന്നിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കൂടുതലും സ്റ്റിക്കറായിട്ടും ഒക്കെ ഇറങ്ങുന്നുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കടയിൽ കയറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും കടയിൽ കയറുന്നൊക്കെ ഉണ്ട്. കൂട്ടുകാർ കൂടി കടയിലൊക്കെ കയറാറുണ്ട്. നമ്മുടെ ഇവിടെ ഈ പ്രദേശങ്ങളൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്ക് അറിയാനൊക്കുകയില്ല. അപ്പോൾ സാർ അതിനെപ്പറ്റിയാണ് കൂടുതലും പറഞ്ഞത്. കുഞ്ഞുങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവർക്ക് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികളുടെ അടുത്ത് നമ്മൾ സുഹൃത്തുക്കളെ പോലെ പെരുമാറുക. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയാൻ പറ്റും. അതൊക്കെയാണ് സാർ കൂടുതലും പറഞ്ഞത്. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണം, സുഹൃത്തുക്കളെ പോലെ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് പെരുമാറിയാലും കുറച്ച് നമ്മളൊരു ഇതായിരിക്കണം. കാര്യം ഒരുപാട് സുഹൃത്തായി പോയാലും കുഞ്ഞുങ്ങൾക്ക് പിന്നെ നമ്മളൊരു വിലയില്ലാതാകും. കാര്യം അവർക്കൊരു പേടിയില്ലാതാകാം, ഇത്രയൊക്കെ ഉള്ളൂ എന്നവർ ചിന്തിക്കും. പക്ഷേ അവരുടെ സുഹൃത്തുക്കളായിരിക്കണം. അതുപോലെ തന്നെ അവരെ നമ്മളിലൊരു ചെറിയൊരു പേടി കുഞ്ഞുങ്ങൾക്കുണ്ടാകണം രക്ഷകർത്താക്കൾ എന്ന്. അത് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയുകയാണ്. കാര്യം അതായിരിക്കും നല്ലത്. കാര്യം ഒത്തിരി അങ്ങോട്ട് നമ്മൾ ഇവരുടെ അടുത്തോട്ട് ഫ്രീ ആയിട്ട് കൂട്ടുകാരെ പോലെ ആയി കഴിയുമ്പോൾ ഇവർക്ക് എന്നതും പറയാം, എന്നതും നമ്മളോട് തുറന്ന് പറയുന്നവരായിരിക്കണം മക്കൾ. പക്ഷേ അവർക്ക് ഒരു തെറ്റ് ചെയ്യുമ്പം അത് അപ്പനും അമ്മയും അറിയും അത് തെറ്റാണ് എന്നുള്ളൊരു പേടിയും അവർക്കുള്ളിലുണ്ടാകണം. അതുപോലെ പൈസ കൊടുത്ത് വിടാതിരിക്കുക. സ്കൂളിൽ എന്നത് ആവശ്യമെന്ന് അറിഞ്ഞേച്ച് അത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ഇന്ന കാര്യങ്ങൾക്കായിട്ട് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പൈസ കൊടുത്ത് വിടുക. അങ്ങനെയൊക്കെയാണ് സാറ് ഒരുപാട് കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ പറ്റിയും പറഞ്ഞു. അവരെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക, അവർ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അവിടെ പഠിക്കുന്ന കൂടെ നമ്മളൊന്ന് ഇരിക്കുക. അങ്ങനെയൊക്കെ സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സാറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്തത് ടീച്ചറായിരുന്നു. ടീച്ചറും ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മയക്കുമരുന്നിനെ പറ്റിയും ടീച്ചർ ഓരോ ലഹരി കുട്ടികളുടെ ഉള്ളിൽ ചെന്നാൽ അത് എത്രമാത്രം പ്രശ്നങ്ങളാകുമെന്നും അത് എത്രമാത്രം കുഞ്ഞുങ്ങൾ അതിന് അഡിക്റ്റ് ആകുമെന്നും അങ്ങനെ ഓരോ കാര്യങ്ങളും ടീച്ചറും നല്ല വ്യക്തമായിട്ട് തന്നെ രക്ഷകർത്താക്കൾക്ക് പറഞ്ഞു തന്നു. അത് ടീച്ചർ പറയുന്ന സമയത്ത് കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. അവരുടെ ക്ലാസ് അന്നേരത്തേക്ക് കഴിഞ്ഞു. അപ്പം രക്ഷകർത്താക്കളുടെ കൂടെ കുട്ടികളും കൂടെ ഇരുന്നാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ കേൾക്കുകയൊക്കെ ചെയ്ത്. പക്ഷേങ്കിൽ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ രക്ഷകർത്താക്കളും മനസ്സിലാക്കാനുണ്ടായിരുന്നു, കുട്ടികൾക്കും മനസ്സിലാക്കാനുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. മയക്കുമരുന്നിനെ പറ്റി മയക്കുമരുന്നിൻ്റെ ഇതായിരുന്നു കേട്ടോ കൂടുതലും അവിടെ ചർച്ച നടന്നത്. ടീച്ചറാണേലും സാറാണേലും ഒക്കെ അതിനെപ്പറ്റിയാണ് കൂടുതലും അവിടെ ചർച്ച നടത്തിയത്. കാര്യം എങ്ങനെ കുഞ്ഞുങ്ങൾ അതിലേക്ക് പോകുന്നതെന്നും കുഞ്ഞുങ്ങൾ എങ്ങനെ ഇതാകുന്നതെന്നും പിള്ളേരുടെ പഠിത്തത്തെ ബാധിക്കുന്നതും പിള്ളേരുടെ ഭാവി നശിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഒരാൾ പുറത്തുനിന്നൊരു സാധനം തന്നാൽ പോലും കുട്ടികളത് വാങ്ങിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സാറുമാർ ഒരുപാട് കാര്യങ്ങൾ രക്ഷകർത്താക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നും കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതും എല്ലാ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് ടീച്ചർമാർ പറഞ്ഞു തരികയും എല്ലാം ചെയ്തു. അപ്പം നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു അത്.
മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു. പിന്നെ എല്ലാ ടീച്ചർമാരെയും പേഴ്സണലായിട്ട് കാണുകയും ചെയ്യണമായിരുന്നു. അപ്പം ഓരോ വിഷയത്തിൻ്റെ മാർക്കും കാര്യങ്ങളും അവരെ ഇനി എത്രമാത്രം നമ്മൾ ഓരോ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതും മാർക്ക് കുറവുള്ളതിന് എത്രമാത്രം നമ്മൾ പിള്ളേർക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമൊക്കെ ടീച്ചർമാർ പറയുകയും എടുക്കുകയും എല്ലാം ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞാണ് ഞങ്ങളിങ്ങ് പോകുന്നത്. അത് കഴിഞ്ഞ് സ്കൂളിൽ തന്നെയാണെങ്കിലും ഫുട്ബോളിൻ്റെ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ തന്നെയല്ല കേട്ടോ, അവിടെ സാറും ഉണ്ട്. കുഞ്ഞുങ്ങൾ പോകുന്നിടം വരെ സാർ അവിടെ കാണും. അവരെല്ലാം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ സാറും അവിടെ നിന്ന് പോവുള്ളൂ. അങ്ങനെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. സ്കൂളിൽ ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല മഴ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പെയ്തത് വലിയ തുള്ളിയായിട്ട് തന്നെ വീണു. അപ്പോൾ പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തൂടെ കയറിയിട്ട് വരാനായിട്ടായിരുന്നു. പിന്നെ മഴ നനഞ്ഞാൽ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തോട്ടങ്ങ് ചെന്ന് അച്ഛനെ എല്ലാം കണ്ട് കൊച്ചച്ഛൻ്റെ ഒക്കെ വീട്ടിൽ കയറി അമലയെ കണ്ടു. അങ്ങനെ എല്ലാവരെയും കണ്ടേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട്. വീണ്ടത്തില്ലേ പിണങ്ങിയാണോ മോന്? എങ്ങനെ പിണങ്ങി നിൽക്കുന്നേ? ഒന്ന് കാണിച്ചേ, ഇങ്ങോട്ട് നോക്കിയേ. അച്ഛച്ചിക്ക് അടി കൊടുക്കട്ടെ? അച്ഛച്ചിക്ക് അടി കൊടുക്കട്ടെ? വേണ്ടേ? ഇഷ്ടമാണോ ചേച്ചിയെ? ഇഷ്ടമാണോ? അല്ലേ? പിന്നെ എനിക്കൊരു ഉമ്മ വരുമോ? കറുത്തില്ലേ? ആക്രമണം ആക്രമിക്കോ? അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര സങ്കടവും കരച്ചിലോ. ഇവിടെ വരുമ്പോ ചക്കിയോ കുഞ്ഞിനെ കാണും. എന്നെ കാണിക്കാൻ വന്നു. പച്ചക്കറി ആയിരിക്കും. എവിടുന്ന്? ആൽഫയെന്നായിരിക്കും. വീടടി കൊച്ചിനെ. കൊച്ചിന്റെ അമ്മയെ പോയി കാണട്ടെ. ഓടിക്കോ. അയ്യോ ചിരി കേട്ടോ. ഇന്ന് വൈകിട്ടത്തേക്ക് കഞ്ഞിയും പയറും പപ്പടവും പിന്നെ തേങ്ങയും. അതാണ് ഇന്ന് വൈകിട്ടത്തേക്ക്. പപ്പടം കാച്ചെടുക്കാൻ തുടങ്ങുക. ചീനിച്ചട്ടിയിലെ പാട് കണ്ടാലും തെറ്റിദ്ധരിക്കണ്ട. ബോണ്ട ഉണ്ടാക്കിയപ്പം വന്ന പാടുകളാണ്. അപ്പം ആ എണ്ണയ്ക്ക് അതോടെ തന്നെ ഞാൻ പപ്പടം കാച്ചെടുക്കുക. കണ്ണ ഇച്ചിരി ഉണക്കൊഞ്ചെടുത്താലോ? ഒന്നും പറയുന്നില്ല. ഉണക്കൊഞ്ച് ചമ്മന്തി ആക്കിയാലോ? വേണം. അന്ന് കൊഞ്ച് വൈകി ഇഷ്ടമല്ല. വയറ്റിനതെന്തോ വേല. കൊഞ്ചിനെ പേടിയല്ലടാ നിനക്ക്? എനിക്ക് കൊഞ്ചിനെ പേടിയൊന്നുമില്ല. പിന്നെ ആരെയാ നിനക്ക് പേടി? എനിക്ക് അമ്മ. കൊഞ്ചിനെ പേടി,
പിന്നെ ഞണ്ടിനെ പേടി. അമ്മ ഈ കഴിക്കുമ്പോ എന്തോ ഒരു വല്ലാത്ത ടേസ്റ്റ് ആണ് മോനെ. ഞണ്ടിനൊക്കെ നല്ല ടേസ്റ്റ് അമ്മ. എന്തോ വയറ്റിലൊക്കെ ഒരു വേനിടും, എന്തോ വേനല്ലേ വയറ്റി. നിന്റെ മനസ്സിന്റെ അത് അല്ലാതെ. പിന്നെ ഞാൻ താഴെ വെച്ചൊക്കെ കൊഞ്ച് വറുത്ത് തരുമ്പോൾ നീ കഴിക്കുമായിരുന്നല്ലോ. എങ്ങനെ ചിക്കനാന്നും പറഞ്ഞായിരുന്നു തിന്നുന്നത്. ഈർക്കിലെ കുത്തി വറുത്ത് തരത്തില്ലായിരുന്നു. അന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അന്നേരം ഒരു എന്തോ ചെയ്തു ഇതിനെ ഓർക്കുകയും ചെയ്തു. ഇങ്ങനത്തെ ചിക്കൻ അന്നേരം ഓർക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് നീ കഴിക്കുമായിരുന്നല്ലോ. ചിക്കൻ അതാ സത്യം പറഞ്ഞില്ലേ, അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നെ ചിക്കൻ കഴിക്കാൻ നോക്കത്തില്ലേ സത്യം പറഞ്ഞാൽ. കണ്ണെഴുതി പൊട്ടും കുത്തി കാണാം അഴകോരും മഞ്ഞൾ കണ്ണാ കണ്ണാ കൊച്ചു കണ്ണാ നിന്നെ കാണാനിന്തൊരു കണ്ണൻ ചെക്കനെ കണ്ട്. അങ്ങനെയല്ല പാട്ട് ശരിക്കും. കള്ള കള്ള കൊച്ചിക്കള്ള അങ്ങനെ. പിന്നെ നിന്റെ പേര് കുട്ടി അങ്ങ് പറഞ്ഞല്ലേ. പപ്പടത്തിൻ്റെ കൂടെ 2-3 കൊണ്ടാട്ടം എന്ന് പറയത്തില്ല, കൊണ്ടാട്ടം. ഈ മുളക് കൊണ്ടാട്ടം, ഈ ഉപ്പൊക്കെ ഇട്ട് തൈരൊക്കെ ഇട്ട് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ. അല്ലാതെ ഇവിടെ ഉണ്ടാക്കി എടുത്തു വന്നിട്ട് കുഞ്ഞൊരു പാത്രം എടുക്കും പപ്പടം എടുക്കാനായിട്ട്. മതി. അത് പറ്റത്തില്ല. വേറെ പാത്രം പപ്പടമൊക്കെ എടുക്കുന്ന സെക്കൻഡ് ഇതിനകത്ത് പാത്രമൊക്കെ വെച്ചില്ലേ? അവിടെ നിന്നൊരു ഇതിങ്ങെടുക്കാവോ ഈ മുളക് എടുക്കാനായിട്ട്? കൈപൊളി. ഇതാണ് മുളക്. പയറെടുത്തില്ലേ ചു? എടുക്ക. സ്പൂൺ എടുത്തില്ല, ഒന്നും എടുത്തില്ല. എനിക്ക് സ്പൂൺ വേണ്ട കേട്ടോ, എപ്പോഴും പറഞ്ഞേക്കാം. എനിക്ക് കൈ കൊണ്ട് കോരി കഴിക്കുന്ന ഇഷ്ടം. എന്തോരം വേണം കണ്ണന്? കഞ്ഞി എന്തോരം വേണം? സോറി എൻ്റെ ദൈവമേ, അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഒത്തിരി നീ എടുത്തിട്ട് കളയല്ലതേ ഉള്ളൂ. ഊത്താ, നീ ആദ്യം ഊത്തിയത് കഴിക്കും എന്നിട്ട് ഊത്താം കേട്ടോ. എന്നിട്ട് ഊത്താവേ. അച്ഛൻ്റെ പാത്രം കൊണ്ട് നീക്കി വെക്ക്. കൈ കൊള്ളും, ചൂടാ. ഉപ്പിട്ടോണേ. ഉപ്പുണ്ട് ചേർത്ത്. ഊത്ത. കഞ്ഞോളം വേണോ? ഇച്ചിരിയേ ഉള്ളൂ. പയറെടുത്തില്ലേ കൊച്ചേ നീ? പപ്പടം എടുത്തില്ല. കിളത്തിയിട്ടേക്ക് വരും. ഞാൻ നോക്കിയായിരുന്നു. ഞാൻ ഇപ്പോഴെ പേരൻസ് മീറ്റിങ്ങിന് പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് നോക്കിയപ്പോൾ അന്നേരം മഴ പെയ്തായിരുന്നു. പയറ് ചുമ്മാ പയർ വെച്ചേക്കാം. നീ അച്ചും കണ്ണനും അല്ലാതെ പയർ വെച്ചാൽ കഴിക്കത്തില്ല, തേങ്ങയൊക്കെ ഇട്ട്. പാച്ചന് പയർ കൊടുക്കട്ടെ.
നിങ്ങൾക്ക് പയർ വേണ്ടേ പിള്ളേരെ? പിള്ളേരിനാണോ? ഒരു ഉണക്കമീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഉണക്ക മീൻ കുഴപ്പമില്ല, ഉണക്ക കൊഞ്ച് വേണ്ട. നാരങ്ങാച്ചാറ് വേണം ആർക്കെങ്കിലും? എനിക്ക് ഇച്ചിരി തേങ്ങ തന്നെ. എനിക്ക് തേങ്ങ ഇഷ്ടം. സ്പൂൺ വേണ്ട, എനിക്ക് കൈ കൊണ്ട് എടുക്കങ്ങോട്ട്. ഉള്ള ഉപ്പെല്ലാം കൂടെ കോരിയിട്ട് ലാസ്റ്റ് ആർക്കും തിന്നാൻ കൊള്ളാൻ മേലാത്ത അവസ്ഥയാക്കല്ലേ കണ്ണ. ശരി, അടിപൊളി വയ്ക്കരുത്.